ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അറേബ്യൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കോബാറിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റർ അകലെയുള്ള അൽഹസ അസ്വർ ലേക്കിലേക്കാണ്. മരുഭൂമിക്കുള്ളിലുള്ള ഒരു തടാകമാണ് ഈ യെല്ലോ ലേക്ക്. ഇനി നമുക്ക് യാത്രയിലേക്ക് കടക്കാം. അങ്ങനെ ഒരു ഫ്രൈഡേ ഏകദേശം 10 മണിയൊക്കെ ആയപ്പോഴാണ് കോബാറിൽ നിന്നും ഇറങ്ങിയത്. ബാക്കി ടീംസ് എല്ലാം സുരേഷ് ചേട്ടൻ്റെ വീട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സുരേഷ് ചേട്ടനും ഷാൻഡോ ചേട്ടനൂടെ നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കളക്ട് ചെയ്ത് നേരെ അൽഹസയിലേക്ക് യാത്ര തുടർന്നു. ക്ക് വെച്ചിട്ട് ബാക്കി ടീംസ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തു. സദുവും കാർത്തും കൂടെ വണ്ടിയിൽ കളിയിലാണ്. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചു യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ മലകളും മണൽത്തിട്ടകളും കാണാനുണ്ടായിരുന്നു. നമ്മൾ കോബാറിൽ നിന്നും അൽഹസയിലേക്ക് പോകുന്ന വഴി ഏകദേശം സിമന്റ് ഫാക്ടറിയൊക്കെ കഴിഞ്ഞാൽ ദുബായ് ഖത്തറുള്ള എക്സിറ്റ് കിട്ടും. സെൽവ ബത്താർ റോഡ്, ആ റോഡിലേക്കാണ് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ കൂടി പോകണം. ഈ റോഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏകദേശം 240 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണിത്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രെയിറ്റ് റോഡാണ്. ആദ്യം നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് യെല്ലോ ലേക്കിന്റെ ബെസ്റ്റ് വ്യൂ പോയിന്റിലേക്കാണ്. അതിന്റെ എൻട്രൻസിൽ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തത് ഒരു കൂട്ടം ഒട്ടകങ്ങളാണ്. ആ ടൈമൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പായി. എവിടെയെങ്കിലും ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ പ്ലേസ് നോക്കി സുജാതക്ക വണ്ടി ഒതുക്കി. അങ്ങനെ ആ മരുഭൂമിയുടെ നടുക്ക് നിറയെ മരങ്ങൾ തണൽ വിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി. എല്ലാവരും ഫുഡൊക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. ഇനിയാണ് താഴേക്ക് ഇറങ്ങാനുള്ള പേടാപ്പാട്.
എനിക്ക് ജീവിതമാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ കഴിക്കാൻ വാങ്ങിയത് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയുമാണ്. നമ്മൾ വായിലോട്ട് വെച്ച് കഴിക്കും, പോയിട്ട് നമ്മൾ ചെയ്യും. അങ്ങനെ മക്കളൊക്കെ കുറച്ചു നേരം അവിടെ ഓടി കളിച്ചു. അതിനിടയ്ക്ക് ഷാഹിനാത്തായുടെ കുറച്ച് തള്ളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബെസ്റ്റ് വ്യൂവിലേക്ക് യാത്ര തിരിച്ചു. പോയി അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കോൾ വന്നു, നിഹാസിക്കയുടെ വണ്ടി പുതഞ്ഞു. അങ്ങനെ നിഹാസിക്കയുടെ വണ്ടി കിടക്കുന്നിടത്ത് എത്തി. ആദ്യം അതിനകത്തിരിക്കുന്നവരൊക്കെ ഇറക്കിയിട്ട് വാ 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 വിനീഷേട്ടാ നോക്കിക്കാത്തല്ലേ.
പിന്നെ സവാദ് ബ്രോയുടെ വണ്ടി ഉപയോഗിച്ച് അത് വലിച്ചു കയറ്റി. യെല്ലോ ലേക്കിൻ്റെ ബെസ്റ്റ് വ്യൂവിലെ റോഡ് ക്ലോസ്ഡ് ആണ്. ഇനി അങ്ങോട്ട് നമുക്ക് വേറെ വഴിയുണ്ട്, അതിലേ പോയി നോക്കാം. ഈ വഴിയാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. ആ റോഡ് സ്ട്രെയിറ്റ് വരുമ്പോൾ ഒരു മൊബൈൽ ടവർ കാണാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നോ ഫിഷിംഗ് ബോർഡ് ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് കയറേണ്ടത്. ഇതിനകത്ത് കയറിയാൽ വഴി തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളും വഴിതെറ്റി കുറേ കറങ്ങി നടന്നു. വീണ്ടും നിഹാസിക്കയുടെ വണ്ടി നമുക്ക് പണി തന്നു. ഇതേ ഉള്ളു, ഇനി യെല്ലോയിലേക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലോ അത് പോതെ ഇപ്പുറത്ത്. ആ വണ്ടി കയറ്റി വലിക്കാൻ നോക്കിയ സവാദ് ബ്രോയുടെ വണ്ടിയും ചെളിയിൽ പുതഞ്ഞു. യാദർച്ഛികമായി ഷാൻഡോ ബ്രോയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സൗദി ഫ്രണ്ടിനെ കണ്ടുമുട്ടുകയും പുള്ളി നമ്മളെ യെല്ലോ ലേക്കിലേക്ക് എത്തിക്കാമെന്ന് ഉറപ്പ് തരികയും ചെയ്ത്. സൗദി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സുജാതിക്കാടെ വണ്ടി ഉപയോഗിച്ച് 2 വണ്ടികളും വലിച്ചു കയറ്റി. നിങ്ങളുടെ ഈ യാത്രയുടെ അനുഭവം ഒന്ന് പങ്കുവെക്കൂ. രാവിലെ ശകനപ്പുഴയായിട്ട് നീയൊക്കെ വന്നപ്പോഴേ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ യെല്ലോ ലേക്ക് ലക്ഷ്യമാക്കി സൗദിയുടെ പുറകെ യാത്ര തുടർന്നു. യെല്ലോ ലേക്കിൻ്റെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ.